ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഒരു പ്രമോ വിശേഷം നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. ഒപ്പം സ്റ്റാർ ബട്ടൺ ഹൈപ്പും. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെക്കുക. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൽ ഇടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അലീന ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ മനുവായിട്ട് അലീന സംസാരിക്കുകയാണ്. എന്തായാലും തൻ്റെ അമ്മ പിടിയാലെ തന്നെ നിൽക്കുകയാണ്. കാരണം അലീന നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് പോവുകയും അതോടൊപ്പം തന്നെ ബാലചന്ദ്രൻ തന്നെ വന്ന് കൈതക്കൽ മാളിക വീട്ടിൽ തന്നെ വന്ന് വിളിക്കുകയും വേണം. എങ്കിൽ മാത്രമേ താൻ ഇനി തിരിച്ച് ആ വീട്ടിലോട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ വൈജയന്തിയുടെ ഡിമാൻഡ്. അപ്പോൾ എന്തായാലും അലീന ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ഒത്തുതീർപ്പിനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അതിലൊന്നും ഇല്ല, രക്ഷയില്ല എന്നുള്ളത് നമ്മുടെ അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ അലീന മനുവിനോട് പറയാണ്, മനുവേട്ട എന്തായാലും അമ്മയുടെ ഡിമാൻഡ് പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല, ഞാനപ്പം നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് പോവാം മനുവേട്ടാന്ന് പറഞ്ഞു. അതിൻ്റെ പോയി കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. കാരണം ഞാൻ ഒരാളാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ ആ വീട് വിട്ട് പോകുന്നതല്ലേ മനുവേട്ടാ നല്ലത് എന്ന് അലീന പറയുന്നു. അപ്പോൾ മനുവിന് ഭയങ്കര വിഷമമാണ്. നീ എങ്ങോട്ട് പോകാനാണ്? ആൻറ്റിയുടെ സ്വഭാവം നിനക്കറിയില്ലേ? അഥവാ ഇപ്പം നീ പോകണമെന്ന് നീ ഒരു തീരുമാനം എടുത്ത് നീ പോയി കഴിഞ്ഞാലോ? അങ്കിള് ചുമ്മാ ഇരിക്കുന്നതാണോ നിൻ്റെ വിചാരം? അങ്കിൾ ആ നിമിഷം തന്നെ വൈജാൻറ്റിയുടെ അടുത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അലീന പറഞ്ഞു, എനിക്ക് എന്തായാലും ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല മനുവേട്ട എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ അലീന ഒരു ചായയും കൊണ്ടാണ് നമ്മുടെ മനുവിൻ്റെ അടുത്ത് ചെന്നത്. അലീന എന്നിട്ട് മനു പറയുന്നുണ്ട്, ഈ ചായ എന്നും കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അലീന ചോദിച്ചു, എന്താ ഉദ്ദേശം? എന്നെ ഇവിടുത്തെ വേലക്കാരിയാക്കി നിർത്താനാണോ? വേലക്കാരിയായിട്ടൊന്നുമല്ല, സ്ഥിരമായി എൻ്റെ ജീവിതത്തിൽ എന്നും ഈ ഒരു ചായ എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പറഞ്ഞു, ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി, എന്തായാലും ഇപ്പോഴൊന്നും അത് വേണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ അലീന അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുവായിട്ട് ഒരു കാര്യം ചെയ്യും, എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ അഥവാ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അഥവാ ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ജോലി എന്തെങ്കിലും ശരിയാക്കി തരണമെന്ന് പറയുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. നീ വിചാരിക്കും പോലെ നിനക്ക് ഒറ്റയടിക്ക് അങ്കിളുടെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാം എന്നൊന്നും നീ വിചാരിക്കേണ്ട, അതൊന്നും നടപടിയാവണ കേസല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അലീന മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് രോഹിത്തിനെ അല്ലെങ്കിൽ ബബിതയെ നമ്മുടെ കൃഷ്ണമോളെയൊന്നും ഇനി വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് എത്രയാണെങ്കിലും ഇപ്പോൾ എന്നോട് സ്നേഹമുണ്ട്, പക്ഷേ എങ്കിൽ കൂടെ മനുവേട്ടാ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കണം, അവരോടൊപ്പം വേണം എന്നുള്ളൊരു ചിന്ത അവർക്കില്ല. അപ്പോൾ അത് ഞാൻ കാരണം ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ബന്ധം മുറിഞ്ഞു പോകുന്നത് ശരിയായ കാര്യമല്ല. അപ്പം മനുവിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, അലീന പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ അത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ളതിന്, കാരണം ബാലചന്ദ്രൻ അങ്ങനെ ഒരു ഡിസിഷൻ അലീന എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, വീട് വിട്ട് പോകും എന്ന ഡിസിഷൻ അലീന എടുക്കുകയാണെങ്കിൽ ബാലചന്ദ്രൻ ഉറപ്പായിട്ടും വൈജയന്തിയുടെ അടുത്ത് ആ നിമിഷം തന്നെ അലീന ആരാണ് എന്ന സത്യം പറയും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ എന്തായാലും ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കണം. അങ്ങനെ അലീന നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് എന്ന് യാത്ര പറയണം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ മാത്രമാണോ മോളെ പോകുന്നത്? അതേ മുത്തശ്ശി, ഞാൻ മാത്രമേ പോകുന്നത്. ഇതിന് എന്താ ഒരു തീരുമാനം എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും അച്ഛനുമായിട്ട് ഞാൻ ഒന്നും കൂടെ സംസാരിക്കട്ടെ. അമ്മ എന്തായാലും അതായത് മാഡം എന്തായാലും അടുക്കുന്നില്ല എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയം നമ്മുടെ മുത്തശ്ശി പറയും, നീ ഉണ്ടായിരുന്ന ഒരു ദിവസമാണെങ്കിൽ കൂടിയും എൻ്റെ മോളെ എനിക്ക് സ്വർഗം കിട്ടിയത് കണക്കായിരുന്നു ഞാൻ. അപ്പോൾ അലീന പറഞ്ഞു, ഇനി മുത്തശ്ശിക്ക് കുറേശ്ശൊക്കെ നടക്കാം. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ ആക്കിയത് നീ ഒരാളല്ലേടി മോളെ, നീ എന്നെ എത്ര രീതിയിൽ എങ്ങനെയൊക്കെയാണ് നീ എന്നെ നോക്കിയത്? ഒരു കുഞ്ഞിനെ നോക്കും പോലെ അല്ലേ നീ എൻ്റെ ഓരോ കാര്യങ്ങളും നോക്കി ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറ. അപ്പോൾ മുത്തശ്ശിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വരെയാണ് അലീന പോണു എന്നുള്ളത് ഓർത്തിട്ട്. അത് കഴിഞ്ഞ് അലീന മുത്തശ്ശിയുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോളുടെ അടുത്തും ബബിതയുടെ അടുത്തും രോഹിത്തിൻ്റെ അടുത്തും പറയണ, ഞാനിങ്ങനെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ പോയി അച്ഛനുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ, അച്ഛൻ എന്താ പറയണത്, അച്ഛൻ്റെ തീരുമാനം എന്താണ് എന്നൊക്കെ അറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ പറഞ്ഞു, എന്നാൽ ഞങ്ങളും കൂടെ വരട്ടെ? വേണ്ട ഞാൻ പോയിട്ട് എന്തായാലും വരും. അലീന ചേച്ചി വരുമല്ലോ അല്ലേ? അപ്പോൾ ബബിതയ്ക്ക് ഒരു സംശയം, അലീന വരുമോ ഇല്ലയോ എന്നൊക്കെ.
എന്നൊക്കെയുള്ളത്. അങ്ങനെ നമ്മുടെ നമ്മുടെ അലീന നെടുമ്പുറയ്ക്കൽ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് ഞാൻ കൊണ്ടാക്കി തരാം എന്നുള്ളത്. അപ്പോൾ അലീന പറഞ്ഞു വേണ്ട മനു ഏട്ടാ, ഞാൻ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഞാൻ പൊയ്ക്കോളാം എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അലീന ഒരു ഓട്ടോറിക്ഷയിൽ നെടുമ്പുറയ്ക്കൽ വീട്ടിലെത്തുകയാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ജ്വല്ലറിയിലോട്ട് പോകാനായിട്ട് തയ്യാറാവുന്നേ ഉള്ളൂ. അപ്പോൾ അലീനയെ കണ്ടപ്പോൾ ആഹാ മോളെ നീ ഇങ്ങ് എത്തിയോ, അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അവർ വന്നില്ല അച്ഛാ, ഞാൻ മാത്രമേ വന്നോളൂ എന്ന കാര്യം പറയണേ. എന്നിട്ട് അലീന പറയുന്നുണ്ട് അച്ഛാ പോയ കാര്യമൊന്നും ശരിയായില്ല. അപ്പം ബാലേന്ദ്രൻ ചോദിച്ചു നിൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ട് നിങ്ങളെല്ലാവരും വരുമെന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ എന്ത് പറ്റി, പരാജയപ്പെട്ടോ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ കളിയാക്കും പോലെ ചോദിക്കണേ. അപ്പോൾ അലീന പറഞ്ഞു അച്ഛനെല്ലാം തമാശ, അച്ഛനറിയാലോ ഞാൻ ഈ ലോകത്ത് അച്ഛാന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത് അച്ഛനെയാണ്. ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ എനിക്ക് തന്നത് അച്ഛൻ തന്നെയാണ്. ആ അച്ഛൻ്റെ കുടുംബം ഛിന്ന ഭിന്നമായി പോകുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് അച്ഛൻ ഒരു കാര്യം എടുക്കണം, ഞാൻ ഈ വീട് വിട്ട് പോവാണ്. അങ്ങനെ ആവുമ്പോൾ അമ്മ എന്തായാലും തിരിച്ചു വരും, അല്ലാണ്ട് അമ്മ തിരിച്ചു വരില്ല. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അമ്മ ഇങ്ങോട്ട് വരില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു ഓഹോ അപ്പോൾ ഈ തീരുമാനം എടുത്തത് ആരാണ്? അപ്പോൾ നമ്മുടെ നമ്മുടെ അലീന പറയും അത് ഞാൻ തന്നെയാണ് അച്ഛനോട് സംസാരിച്ചിട്ട് ഒരു തീരുമാനം കറക്റ്റായിട്ട് എടുക്കാം എന്ന രീതിയിൽ ഞാൻ വന്നതാണ്. അച്ഛൻ എന്തായാലും ഒരു തീരുമാനം പറയണം എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു നീ പോകണം എന്നുള്ള തീരുമാനമാണ് മോളെ നീ എടുക്കുന്നതെങ്കിൽ പക്ഷേ ഒരു കാര്യം നീ ഓർത്തോളുക, നീ പോകുന്ന ആ നിമിഷം തന്നെ ഞാൻ വൈജയന്തിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് പറയണം. അപ്പം നമ്മുടെ അലീന പറഞ്ഞു അച്ഛൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞേക്കുന്നത് ഞാൻ അച്ഛൻ്റെ മകളാണെന്നല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ അമ്മയുടെ മകളാണെന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുമെന്ന് ഇങ്ങനെ അലീന ചോദിക്കണം. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഇതിൻ്റെയൊക്കെ സത്യം അറിയാവുന്ന ആൾക്കാരാണ് നിൻ്റെ അമ്മയുടെ 3 ആങ്ങളമാരും. അതിൻ്റെ A to Z കാര്യങ്ങൾ അവർക്കറിയാം, അതുകൊണ്ട് സത്യം തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അലീന സങ്കടപ്പെട്ടുകൊണ്ടാണ് ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുന്നത്. എൻ്റെ അലീന പറയുന്നുണ്ട് രോഹിത്തിനോടും ബബിതയോടും കൃഷ്ണമോളോടും ഞാൻ ശരിക്കും ചെയ്യുന്ന ഒരു തെറ്റല്ലേ അച്ഛൻ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും എന്ത് തെറ്റാണ് നീ ചെയ്തത്? എൻ്റെ മക്കളെ നേർവഴിക്ക് നയിച്ച് അവർക്ക് നല്ല ജീവിതം പകർന്നു കൊടുത്തതാണോ നീ ചെയ്ത തെറ്റ്? അതല്ല അച്ഛനും അമ്മയും ആയിട്ട് ഒരുമിച്ച് അവർക്ക് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമില്ലേ, അപ്പം ഞാൻ ഒരാൾ കാരണം അതിനൊരു തടസ്സം വരരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അലീന ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം കൈതക്കൽ വീട്ടിലാണെങ്കിൽ നമ്മുടെ വൈജയന്തി നമ്മുടെ ബബിതയെ വിളിക്കുകയാണ് റൂമിലോട്ട്. അതെ അവൾ പോയെന്ന് കേട്ടുമല്ലോ, അവൾ എന്ത് പറഞ്ഞിട്ടാണ് പോയത്? അപ്പോഴേക്കും നമ്മുടെ ബബിത പറഞ്ഞു എന്ത് പറയാനാ, എന്തായാലും അമ്മ ഒരു കാര്യം മനസ്സിലായിക്കോ, ഒരിക്കലും അലീന ചേച്ചീനെ അച്ഛൻ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും എന്നുള്ളൊരു കാര്യമായിട്ട് അമ്മ കാത്തിരിക്കേണ്ട. അമ്മയ്ക്ക് എന്ത് സ്വഭാവമാണ്, അമ്മയോട് എന്ത് തെറ്റാണ് അലീന ചേച്ചി ചെയ്തേക്കണത്, ഇങ്ങനെയായിട്ട് കഷ്ടപ്പെടുത്തണം. പിന്നെ ഒരു കാര്യം അമ്മ ഇവിടെ എത്ര നാൾ നിൽക്കും എന്നുള്ളത് കാണാം. കമലാൻറ്റിയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അമ്മ എത്ര ദിവസം ഇവിടെ നിൽക്കും എന്നുള്ളത് കണ്ടറിയാമെന്നൊക്കെ പറഞ്ഞ് ബബിത കുറേ വൈജയന്തിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. കാരണം അമ്മയുടെ സ്വഭാവം വളരെ ഇതായിട്ടുള്ള സ്വഭാവമാണ്, ഒരാളെ ക്രൂശിക്കുന്നതിനൊക്കെ ഒരു കണക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാ സമയത്തും എല്ലാ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ചെയ്യുന്ന ആളല്ലേ അലീന ചേച്ചി. ആ അലീന ചേച്ചിയിൽ എന്ത് കുറ്റമാണ് അമ്മ കണ്ടെത്തിയെന്നൊക്കെ ഇങ്ങനെ ബബിത ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വൈജയന്തിക്ക് പറയാൻ മറുപടിയൊന്നും ഇല്ലായിരുന്നേ. എൻ്റെ ബബിത പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈജയന്തി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ബബിത ശരിക്കും മാറിപ്പോയി, അവളുടെ കയ്യിലങ്ങ് അകപ്പെട്ടു അലീനയുടെ കയ്യിൽ അകപ്പെട്ടു എന്നുള്ളൊരു രീതിയിലൊക്കെ വൈജയന്തി ചിന്തിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണമോൾ പതുക്കെ വിളിക്കുകയാണ്. അലീന ചേച്ചി പോയിട്ട് എന്തായി, എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിച്ചത്. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു വരുന്നില്ല മോളെ, ഞാനിവിടെ അച്ഛനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അതായത് ഞാൻ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മ തിരിച്ച് വീട്ടിലോട്ട് വരും, അപ്പോൾ ഞാൻ ഒരാളാണ് പ്രശ്നം, അപ്പോൾ ഞാൻ എന്തായാലും മാറിക്കോട്ടെ എന്ന് അച്ഛനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൃഷ്ണമോൾ പറഞ്ഞ് ചേച്ചി ആൾ കൊള്ളാലോ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ചേച്ചി ഇവിടെ നിന്ന് പോകണതിൻ്റെ ഉദ്ദേശം ഇനി ഇവിടെ നിന്ന് നേരെ നെടുമ്പുറയ്ക്കൽ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളോട് ആരോടും പറയാണ്ട് ചേച്ചി അവിടെ നിന്ന് പോകാനുള്ള പ്ലാനായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ കുറേ അങ്ങോട്ട് പറയണം. അതിൻ്റെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ചെന്ന് രോഹിത്തിൻ്റെ അടുത്തും ബബിതയുടെ അടുത്തും കൃഷ്ണമോൾ കാര്യങ്ങളൊക്കെ പറയണം. അലീന ചേച്ചിയുടെ ഉദ്ദേശം ഇതാണ്, അവിടെ ചെന്നിട്ട് ആരോടും പറയാണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുക എന്നതായിരുന്നു ലക്ഷ്യം, അമ്മേനെ വീട്ടിൽ കൊണ്ടുവരാൻ ഇതല്ലാണ്ട് വേറൊരു വഴിയില്ല എന്ന രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും രോഹിത്തിനും ബബിതയ്ക്കും ആകെ ടെൻഷനായി, ഇനിയിപ്പോൾ അലീന ചേച്ചി എങ്ങാനും പോകുമോ. അപ്പോഴേക്കും ബബിതയും രോഹിത്തും കൂടെ ഒരു തീരുമാനം എടുക്കണം, വേറൊന്നുമല്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം, അമ്മയ്ക്ക് അമ്മയുടെ വാശിയാണെങ്കിൽ അതും പിടിച്ചിട്ട് അമ്മ ഇവിടെ ഇരിക്കട്ടെ, എത്ര നാൾ കമലാൻറ്റിയുടെ ആട്ടും തുപ്പും കേട്ട് അമ്മ
അമ്മ ഇവിടെ കിടക്കുമെന്ന് നമുക്കറിയാമല്ലോ, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്ന തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ രോഹിത്തും ബബിതയൊക്കെ നമ്മുടെ മനുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയണ, ഞങ്ങളിങ്ങനെ പോവാണ് മനുവേട്ടാ. അപ്പോൾ മനു പറയുന്നുണ്ട്, എടാ നിങ്ങളെടുത്ത ഈ തീരുമാനമാണ് ശരിക്കും ശരി. കാരണം എന്ന് വെച്ചാൽ ആൻറ്റിയുടെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പിന്നെ എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എത്ര നാൾ ഇവിടെ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് കഴിയുമ്പോൾ ഒരു വാടക വീട് എടുക്കുമായിരിക്കും, അവിടെ ഒറ്റയ്ക്ക് എത്ര നാൾ ആൻറ്റി നിൽക്കുന്ന, അതുകൊണ്ട് താനേ അവിടെ വന്നോളൂ, നിങ്ങളതോർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. കാരണം അവർക്ക് മൂന്നൂർക്കും അമ്മയും അച്ഛനും വേണം, ഒപ്പം അലീന ചേച്ചിയും വേണം എന്നുള്ളൊരു തീരുമാനമാണ് അവരുടെ 3 പേരുടെയും തീരുമാനം. ഇതേ സമയം നമ്മുടെ രേവതി കുട്ടി അലീനയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ മാഡം ഇവിടുന്ന് പിണങ്ങി പോയെന്നും അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയാൽ മാത്രമേ തിരിച്ച് വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അവർ വരണ്ട, അലീന ചേച്ചി അവിടെ തന്നെ നിൽക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു കണക്കിന് അവരില്ലാത്തപ്പോൾ സമാധാനം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു, എടി എത്രയായാലും ആ കുടുംബം, അച്ഛൻ അമ്മ, അവർ 3 മക്കൾ, എൻ്റെ അനുജനും 2 അനുജത്തിമാരും അവരൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുകയല്ലേ എൻ്റെ ആഗ്രഹം. അവർക്ക് എത്രയായാലും മനസ്സിൽ ഒരു പ്രയാസം കാണില്ലേ, പക്ഷേ എന്നോടത് അവർ തുറന്ന് പറയാത്തതായിരിക്കും എന്നൊക്കെ അലീന രേവതിയോട് പറയുന്നുണ്ട്. അങ്ങനെ രേവതി കുട്ടി നമ്മുടെ ഷെറിൻ്റെ കേസും ചിന്നുമോളുടെ കേസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷെറിൻ്റെ കുഞ്ഞിനെ കണ്ടെത്താനായിട്ട് ഷെറിൻ്റെ ഹസ്ബൻഡ് അയാളെ ശ്രമിക്കുന്നുണ്ട്, ടോണി ചേട്ടൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ രേവതി കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ രോഹിത്തും അവരെല്ലാവരും വൈജയന്തിയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പോവാണ്, അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, നമ്മൾ ചെയ്യേണ്ടതും അമ്മേനെ വിളിക്കേണ്ട മര്യാദയ്ക്ക് ഞങ്ങൾ വന്ന് വിളിച്ചു, എത്രത്തോളം താന്ന് സംസാരിച്ച് അമ്മേനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചോ അതുപോലെ ഞങ്ങൾ ശ്രമിച്ചു, ഇനി അമ്മയുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്തോളാൻ പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങളിവിടെ നിന്ന് പോകാം, കാരണം ഞങ്ങൾക്ക് കമലാൻറ്റിയുടെ ആട്ടും തുപ്പൊന്നും കേട്ട് കിടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോകണം കേട്ടോ. പക്ഷേ അത് ആ വൈജിക്ക് വലിയൊരു അടിയായി പോവാണ്. കാരണം അലീന പോയത് വൈജയന്തിക്ക് ഒരു വലിയ സന്തോഷമായ കാര്യം തന്നെയാണ്. പക്ഷേ മക്കൾ 3 പേരും അങ്ങനെ പറഞ്ഞ് മുഖത്തടിക്കും പോലെയുള്ളൊരു ഇതായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ താൻ എടുത്ത തീരുമാനം തൻ്റെ മക്കൾ നഷ്ടപ്പെടുന്നതിൽ പോലും വൈജയന്തിക്ക് ഒരു വിഷമമില്ല എന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ട് പോയത്. അപ്പം വൈജയന്തിയുടെ ഈ ഒരു തീരുമാനം തെറ്റായി പോയോ എന്നൊരു തോന്നൽ വൈജയന്തിയുടെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം വൈജയന്തി അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ രോഹിത്ത് മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. അതായത് അന്ന് അച്ഛനെ കാണാനായിട്ട് പോയപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫാദർ കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അലീന ചേച്ചി ഫാദറിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കറിയാം എന്നത്. അപ്പം രോഹിത്തിന് എപ്പോഴും അത് മനസ്സിലൊരു വിങ്ങൽ പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആരായിരിക്കും അലീന ചേച്ചിയുടെ അച്ഛനും അമ്മയും, എന്നിട്ട് അലീന ചേച്ചി എന്തുകൊണ്ട് അവരുടെ അടുത്ത് പോയില്ല, അങ്ങനെയൊക്കെയുള്ള 100 ചോദ്യങ്ങൾ നമ്മുടെ രോഹിത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ നാളത്തെ ഫുൾ വിശേഷം നാളെ രാവിലെ മോർണിംഗ് തന്നെ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മഴതോറും മുമ്പേ നാളെ വരാനിരിക്കുന്നതിൻ്റെ ഒരു ഇൻട്രോ പ്രൊമോ മാത്രമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം സ്കിപ്പ് അടിക്കാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.